അങ്ങനെ നമ്മുടെ നൂറ തോറ്റിരിക്കുകയാണ്. നൂതില ചെരുപ്പ് ഫാക്ടറിയിൽ ഇന്നത്തെ ദിവസം 25 ചെരുപ്പ് ഉണ്ടാക്കണമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. എന്നാൽ അവർക്കാകെ ഉണ്ടാക്കാൻ പറ്റിയത് 18 ചെരുപ്പുകളാണ്. നൂറയെ തോൽപ്പിക്കാനുള്ള മെയിൻ കാര്യം ബിഗ് ബോസ് തന്നെയാണ്. ആ വീട്ടിനകത്തുള്ള ആൾക്കാരെ അതിൻ്റെ അകത്തേക്ക് കയറ്റി വിട്ടത് ബിഗ് ബോസാണ്. അതുപോലെ നെവിൻ അവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ മോട്ടിച്ചു. പിന്നെ നൂറ നമ്മുടെ അക്ബറിനെ കൂടെ നിർത്താതെ അക്ബറിനെ ഒരു അഗ്രസീവ് ആക്കി, അല്ലെങ്കിൽ അക്ബറിനെ ഓപ്പോസിറ്റ് നിർത്തി കളിച്ചതൊക്കെയാണ് പണിയായത്. എന്തായാലും 25 ചെരുപ്പ് ഉണ്ടാക്കാനുള്ള ടാർഗറ്റ് ദിവസം നമ്മുടെ നൂറയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയത് വെറും 18 ചെരുപ്പാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ നൂറ ഈ മത്സരത്തിൽ തോറ്റു. നൂറയ്ക്ക് ഇനി എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം. കാര്യം കഴിഞ്ഞ ആഴ്ച കിട്ടിയ സൂപ്പർ പവറുകളെല്ലാം നൂറയ്ക്ക് നഷ്ടമാകാനുള്ള പോസിബിലിറ്റി എല്ലാം കൂടുതലാണ്. ഇപ്പോൾ നൂറയുടെ ഗെയിം സ്ട്രാറ്റജി ഇതൊരു അഗ്രസീവായി കളിക്കേണ്ട ഗെയിമല്ല, ബുദ്ധിപൂർവ്വം കളിക്കേണ്ട ഗെയിമാണെന്നുള്ളതും, അതുപോലെ അക്ബറിന് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നൂറ തോറ്റാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഹിൻഡ് കൊടുത്തതൊക്കെ തിരിച്ചടിയായി എന്ന് വേണം പറയാൻ. എന്തായാലും നല്ലൊരു വീക്ക്ലി ടാസ്ക് ആയിരുന്നു. ആ വീക്ക്ലി ടാസ്ക് മനോഹരമായ രീതിയിൽ കളിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നല്ല ടാസ്ക് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു. ഇവിടെ ഇന്നലെ തന്നെ നൂറ ഹിൻഡ് കൊടുത്തു. ഈ ജോലി കൃത്യമായി ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ നൂറയ്ക്ക് എന്തോ പണി കിട്ടും എന്ന് അക്ബറിന് മനസ്സിലായി. സ്വാഭാവികമായിട്ടും അക്ബർ ആ പണി തടസ്സപ്പെടുത്താൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ട് നൂറ ഇന്ന് പരാജയപ്പെട്ടിരിക്കുകയാണ്. നൂറയ്ക്ക് വീക്ക്ലി ടാസ്കിൽ 25 ചെരുപ്പ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഫലമായിട്ട് നൂറയ്ക്ക് കിട്ടിയ പവർ ഉൾപ്പെടെ തിരിച്ചെടുക്കാൻ അല്ലെങ്കിൽ നഷ്ടപ്പെടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ് അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.